നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ MV ഹോണ്ടിയസ് എന്ന ക്രൂസ് ഷിപ്പ് ചലനമറ്റ് കിടക്കുന്നുണ്ട്. യാത്രക്കാരെ ക്യാബിനുകളിൽ അടച്ചിട്ടിരിക്കുന്നു. യാത്രക്കിടയിൽ തന്നെ മെഡിക്കൽ ഇവാക്യുവേഷൻ നടക്കുന്നു. 3 യാത്രക്കാർ ഇതിനകം മരിച്ചിരിക്കുന്നു. 2026 ഏപ്രിലിൽ ഈ കപ്പൽ അർജന്റീനയിൽ നിന്ന് 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 യാത്രക്കാരുമായാണ് യാത്ര തിരിക്കുന്നത്. ഒരു ലക്ഷറി വോയേജ് ആകേണ്ടിയിരുന്ന ഇത് പകരം COVID-19 ശേഷം ലോകം കണ്ട ഏറ്റവും ആശങ്കാജനകമായ ഇൻഫെക്ഷ്യസ് ഡിസീസ് ക്ലസ്റ്ററിന്റെ വേദിയായി മാറി. കൊലയാളി ഒരു പുതിയ വൈറസ് അല്ല, ഒരു ലാബിൽ നിന്ന് ചോർന്ന പാത്തജൻ അല്ല. അത് കാലങ്ങളായി നമ്മുടെ ഇടയിലുള്ള ഹൻഡ വൈറസിന്റെ ഒരു വകഭേദമാണ്, ആൻഡിസ് വൈറസ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ലോകത്തിലെ ഒരേ ഒരു ഹൻഡ വൈറസ് സ്ട്രെയിൻ. 3 മരണം, 8 കൺഫേംഡ് അല്ലെങ്കിൽ സസ്പെക്റ്റഡ് കേസസ്. സൗത്ത് ആഫ്രിക്ക, നെതർലൻഡ്സ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, സെയിന്റ് ഹെലന എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ രോഗികൾ. നെബ്രാസ്കയിൽ ക്വാറന്റൈനിലേക്ക് അയക്കപ്പെടുന്ന 17 അമേരിക്കൻ യാത്രക്കാർ. WHO ഇതിനകം എമർജൻസി അസസ്മെന്റ്സ് നടത്തുന്നു. ഇത് ഒരു ഡ്രിൽ അല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഔട്ട്ബ്രേക്ക് എന്തുകൊണ്ട് ഇതിനു മുമ്പുള്ള ഹൻഡ വൈറസ് ഔട്ട്ബ്രേക്കുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നറിയണമെങ്കിൽ ഈ വൈറസ് എന്താണ്, അത് എവിടെ നിന്ന് വരുന്നു, അത് എങ്ങനെ ആളുകളെ കൊല്ലുന്നു എന്ന് അറിയണം. അതോടൊപ്പം ഇത് COVID-19 ശേഷം മറ്റൊരു ലോക പാൻഡമിക് ആയി മാറുമോ എന്നതിനെ കുറിച്ചും. ഹൻഡ വൈറസ് ഒരൊറ്റ വൈറസ് അല്ല, അത് 50-ലധികം നോൺ സ്ട്രെയിൻസ് ഉള്ള ഒരു വൈറസ് ഫാമിലിയാണ്. മിക്കവാറും എല്ലാം റോഡൻസ് വഴി പകരുന്നവ. എലികൾ, മൈസ്, ഷ്രൂസ് നാഗരികതയുടെ തുടക്കം മുതൽ മനുഷ്യവാസ സ്ഥലങ്ങൾക്കൊപ്പം ജീവിച്ചു വരുന്ന ജീവികളിൽ നിന്ന്. റോഡൻസിന് രോഗം വരില്ല, അവ വൈറസ് വഹിക്കുക മാത്രം ചെയ്യും. മൂത്രം, കാഷ്ടം, ഉമിനീർ വഴി വൈറസിനെ നിരന്തരം പുറന്തള്ളുന്നു. അവ ഉണങ്ങി വായുവിൽ പൊടിയായി പരന്നാൽ ഒരു മനുഷ്യൻ ആ പൊടി ശ്വസിക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ തുടങ്ങുന്നത്. 2 പ്രധാന ഡിസീസ് ഫോമുകളുണ്ട്. അമേരിക്കാസിൽ കണ്ടുവരുന്ന ഹൻഡ വൈറസ് പൾമനറി സിൻഡ്രം കഠിനമായ ശ്വാസകോശ സംബന്ധമായ ഫെയിലറുകൾ ഉണ്ടാക്കും. യൂറോപ്പിലും ഏഷ്യയിലും കണ്ടുവരുന്ന ഹെമറാജിക് ഫീവർ വിത്ത് റിനൽ സിൻഡ്രോം വൃക്കകളെ ആക്രമിക്കുകയും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും ചെയ്യും. 2 കൊല്ലും. 2 തുടക്കത്തിൽ ഒരു സാധാരണ ഫ്ലൂവിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുകയുമില്ല. പനി, ക്ഷീണം, പേശിവേദന. പക്ഷേ പെട്ടെന്ന് തന്നെ ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് മാറും. ഇനി ആൻഡിസ് വൈറസിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് എന്താണെന്ന് കാണാം. സാധാരണ ഹൻഡ വൈറസ് ഒരു റോഡന്റിൽ നിന്ന് മനുഷ്യനിലേക്കാണ് പകരുന്നത്. അത് ഒരിക്കലും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നില്ല. പക്ഷേ ഈ പ്രത്യേക തരം വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്, സ്ഥിരമായ സമ്പർക്കത്തിലൂടെ. ഈ ഒറ്റ വസ്തുത ഈ ഔട്ട്ബ്രേക്കിനെ മാനേജ് ചെയ്യേണ്ട രീതിയെ മുഴുവൻ മാറ്റി. ലോകമെമ്പാടുമുള്ള എക്സ്പെർട്സ് MV ഹോണ്ടിയസിനെ ശ്രദ്ധയോടെ നോക്കുന്നത് അതുകൊണ്ടാണ്. 2026 മെയ് 2 ഈ ക്രൂസ് ഷിപ്പിൽ കഠിനമായ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള പാസഞ്ചേഴ്സിന്റെ ഒരു ക്ലസ്റ്റർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇൻഡെക്സ് കേസ്. ആദ്യം സിംറ്റംസ് കാണിച്ച വ്യക്തി ഒരു ഡച്ച് പൗരനായിരുന്നു. അദ്ദേഹം കപ്പലിൽ കയറുന്നതിന് മുമ്പ് ചിലെ, ഉറുഗ്വായ്, അർജന്റീന വഴി 4 മാസം റോഡ് ട്രിപ്പ് നടത്തിയിരുന്നു. ഡിപ്പാർച്ചറിന് വെറും 4 ദിവസം മുമ്പ് യുറുഗായിൽ നിന്ന് അർജന്റീനയിലേക്ക് മടങ്ങി. ആ റോഡ് ട്രിപ്പിൽ അദ്ദേഹം ഒരു ഫീൽഡിൽ, ഒരു ക്യാബിനിൽ, ഒരു റോഡ് സൈഡ് സ്റ്റോപ്പിൽ എവിടെയോ വെച്ച് ആൻഡിസ് വൈറസിന് എക്സ്പോസ്ഡ് ആയി. അദ്ദേഹം പക്ഷേ അത് അറിഞ്ഞില്ല, കൂടെയുള്ള ആരും അറിഞ്ഞില്ല. അദ്ദേഹം കപ്പലിൽ കയറി 23 രാജ്യങ്ങളിൽ നിന്നുള്ള 148 യാത്രക്കാരുമായി ആഴ്ചകളോളം അടുത്തിടപഴകി. പതിയെ ആളുകൾ രോഗബാധിതരാകാൻ തുടങ്ങി. 3 പേർ മരിച്ചു. 8 കൺഫേംഡ് അല്ലെങ്കിൽ സസ്പെക്റ്റഡ് കേസസ്. രോഗികൾ 5 രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഒരു ക്രൂസ് ഷിപ്പിലെ രോഗം ഔട്ട്ബ്രേക്ക് കൊണ്ടുവരുന്നത് ഇതാണ്. അത് ഒരിടത്ത് ഒതുങ്ങി നിൽക്കില്ല. യാത്രക്കാർ പല പോർട്ടുകളിൽ ഇറങ്ങുമ്പോൾ അവർക്കൊപ്പം ആ രോഗങ്ങളും സഞ്ചരിക്കും. ആംസ്റ്റർഡാം, ഫ്രാങ്ക്ഫർട്ട്, ജനീവ, കേപ്പ് ടൗൺ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് സ്വയം എത്തിക്കും. WHO അസസ്മെന്റ് പ്രകാരം ആകെ ഗ്ലോബൽ റിസ്ക് ഇപ്പോൾ കുറവാണ്. പക്ഷേ ആ അസസ്മെന്റിൽ ഇങ്ങനെയുമുണ്ട്: ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ cannot be excluded. ആൻഡിസ് വൈറസ് പക്ഷേ പുതിയതല്ല. 1995 സദേൺ ചിലിയിലും അർജന്റീനയിലും പാറ്റഗോണിയ റീജിയനിലാണ് ഇത് ആദ്യമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. അന്നു മുതൽ സ്പൊറാഡിക് ഔട്ട്ബ്രേക്സ് ഉണ്ടാകുന്നുണ്ട്, മിക്കവാറും റൂറൽ കമ്മ്യൂണിറ്റീസിൽ, സൗത്ത് അമേരിക്കയ്ക്ക് പുറത്ത് വാർത്തയാകാതെ. എന്നിട്ടും 2026 ഒരു ക്രൂസ് ഷിപ്പിൽ ഇത് എങ്ങനെ എത്തി? 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി ടൂറിസം. പാറ്റഗോണിയ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ട്രാവൽ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ട്രെക്കിംഗ്, ക്യാമ്പിംഗ്, റിമോട്ട് വിൽഡർനെസ്സിലൂടെയുള്ള റോഡ് ട്രിപ്സ്. റോഡന്റ് എക്സ്പോഷർ ഏറ്റവും കൂടുതലുള്ള പരിതസ്ഥിതികളിൽ കൃത്യം ഇതാണ്. MV ഹോണ്ടിയസിലെ ഇൻഡെക്സ് കേസ് 4 മാസം ചെയ്തത് ഇതാണ്. റൂറൽ ലൊക്കേഷനുകളിൽ ഇറങ്ങി ഡിയർ മൈസും ലോങ് ടെയിൽ പിഗ്മി റൈസ് റാറ്റ്സും വൈറസ് വഹിക്കുന്ന ഏരിയകളിലൂടെ ഡ്രൈവ് ചെയ്തു. രണ്ടാമതായി ഇൻക്യുബേഷൻ പീരിയഡ്. ഹൻഡ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരിയഡ് 1 മുതൽ 8 ആഴ്ച വരെയാണ്.
ഇത് അപകടകരമാം വിധം നീണ്ട ഒരു വിൻഡോയാണ്. പാറ്റഗോണിയയിലെ ഒരു വിദൂരമായ താഴ്വരയിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയ ഒരു വ്യക്തിക്ക് ആഴ്ചകളോളം ഒരു സിംറ്റമും ഉണ്ടാകില്ല. ഫ്ലൈറ്റിൽ കയറാം, ഷിപ്പിൽ കയറാം, അപരിചിതരോടൊപ്പം ഡിന്നർ കഴിക്കാം, സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്. മൂന്നാമതായി, നാം ഇതിനെ സ്ക്രീൻ ചെയ്യുന്നില്ല, എയർപോർട്ടുകളിലോ തുറമുഖങ്ങളിലോ ബോർഡറുകളിലോ. കാരണം ഇപ്പോൾ സംഭവിച്ച ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത് വരെ ഹൻഡ വൈറസ് ഒരു കണ്ടെയ്ൻ റൂറൽ ലോ റിസ്ക് ഡിസീസ് ആയാണ് കണക്കാക്കിയിരുന്നത്. ആ അസംഷന്റെ വില MV ഹോണ്ടിയസ് നമ്മെ കാണിക്കുകയാണ്. പക്ഷേ ഹൻഡ വൈറസിനെ കുറിച്ച് നാം കരുതിയിരുന്നതിനേക്കാൾ മുമ്പേ നാം അറിഞ്ഞിട്ടുണ്ട്. 1950കളിൽ കൊറിയൻ യുദ്ധം നടക്കുന്ന സമയം യുദ്ധത്തിന് പോയ UN സൈനികരിൽ 13,000-ഓളം പേരാണ് പെട്ടെന്നുണ്ടായ ഹിമറേജ് ഫീവർ കാരണം കുഴഞ്ഞു വീണത്. നൂറുകണക്കിന് പേർ തുടർന്നുണ്ടായ കിഡ്നി ഫെയിലിയർ കാരണം മരണമടഞ്ഞു. യഥാർത്ഥ കാരണം എന്താണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. 1976 വരെ കാത്തിരിക്കേണ്ടി വന്നു കാരണമറിയാൻ. കൊറിയൻ സയന്റിസ്റ്റ് ഹോങ് വാങ് ലി ഹൻഡൻ നദിയുടെ തീരത്തെ സ്ട്രൈപ്ഡ് ഫീൽഡ് മൗസിൽ നിന്ന് ഈ വൈറസിനെ ഐസൊലേറ്റ് ചെയ്തു. ഹൻഡ വൈറസ് എന്ന പേര് ഇതിന് വന്നത് ഇവിടെ നിന്നാണ്. അതിനുശേഷം ജനവാസമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഔട്ട്ബ്രേക്സ് ഉണ്ടായി. 1993 അമേരിക്കൻ സൗത്ത് വെസ്റ്റിലെ 4 കോർണേഴ്സ് ഔട്ട്ബ്രേക്ക് ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ നവാജോ ആളുകളെ സിംറ്റംസ് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ കൊന്നുകളഞ്ഞു. കാരണമറിയാതെ CDC കൺഫ്യൂസ്ഡ് ആയി. അസാധാരണമായ മഴയ്ക്ക് ശേഷം പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ച ഡിയർ മൈസ് വഹിക്കുന്ന ഒരു ന്യൂ സ്ട്രെയിൻ ഓഫ് ഹൻഡ വൈറസ് സിൻ നോംബ്രെ വൈറസ് ആണ് കാരണമെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ ഈ പാറ്റേൺ ദശകങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരുന്നു. യൂറോപ്പിൽ വെള്ളപ്പൊക്കങ്ങൾ, സൗത്ത് അമേരിക്കയിലെ വരൾച്ചകൾ, ഏഷ്യയിലെ വനനശീകരണം, മനുഷ്യവാസ സ്ഥലങ്ങളും എലികളുടെ വാസസ്ഥലങ്ങളും തമ്മിലുള്ള അതിർത്തി ഓരോ തവണ മാറുമ്പോഴും ഹൻഡ വൈറസ് ഒരു പുതിയ വഴി കണ്ടെത്തുന്നു മനുഷ്യനിലേക്ക് എത്താൻ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഒന്നാണ്, ഇത് മറ്റൊരു പാൻഡമിക് ആയി മാറുമോ? ഉത്തരം, അതിന് വലിയ സാധ്യതയില്ല എന്നതാണ്. പക്ഷേ അതോടൊപ്പം സാധ്യതയ്ക്കുള്ള കാരണങ്ങൾ നാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതും ഒരു ഉത്തരമാണ്. ആൻഡീസ് വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കാണ് പകരുന്നത്. പക്ഷേ ഇന്നെഫിഷ്യന്റ് ആയിട്ടാണ് ഇപ്പോൾ പകരുന്നത്. നിലവിലെ തെളിവുകൾ അനുസരിച്ച് ദീർഘനേരം അടുത്ത കോൺടാക്ട് ആവശ്യമാണ്. ആഴ്ചകൾ ഷെയർ ചെയ്ത ഒരു ക്രൂസ് ഷിപ്പ് ക്യാബിൻ കൃത്യമായും ആ പരിസ്ഥിതിയാണ്. ഒരു എയർപോർട്ട്, ഒരു ഷോപ്പിംഗ് മോൾ, ഇതൊന്നും പ്രോബ്ലമാറ്റിക് അല്ല. പക്ഷേ വൈറസുകൾ മ്യൂട്ടേറ്റ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസ മ്യൂട്ടേറ്റ് ചെയ്തു, COVID-19 മ്യൂട്ടേറ്റ് ചെയ്തു. സോ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുമോ എന്നതല്ല, അത് പകരുമെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. പക്ഷേ അതൊരു മഹാമാരിയാകുന്ന രീതിയിൽ അത്ര എഫിഷ്യന്റ് ആയി മറ്റുള്ളവരിലേക്ക് ഒരു മനുഷ്യനിൽ നിന്ന് പകരുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ സംഭവിച്ചാൽ ഹൻഡ വൈറസ് സ്ട്രെയിന് ലോകത്ത് ഒരു അപ്രൂവ്ഡ് ആയ വാക്സിൻ ഇല്ല, ഒന്നുപോലും ഇല്ല, ഒരിടത്തും പബ്ലിക്കിന് ലഭ്യമായ രൂപത്തിൽ. ചില ട്രയലുകൾ പ്രോമിസിംഗ് ആണ്, പക്ഷേ ഒന്നും ഒരു മാസ് വാക്സിനേഷൻ പ്രോഗ്രാമിന്റെ അടുത്തുപോലും. ഒപ്പം ഗ്ലോബൽ റോഡന്റ് പോപ്പുലേഷൻസ് വളരുകയാണ്. നഗരവൽക്കരണം മനുഷ്യരെ മുമ്പ് വന്യമായിരുന്ന സ്ഥലങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം റോഡന്റ് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘടകങ്ങൾ ഓരോന്നും ഹ്യൂമൻ റോഡന്റ് കോണ്ടാക്റ്റുകളുടെ ഫ്രീക്വൻസിയെ വർദ്ധിപ്പിക്കുന്നു. MV ഹോണ്ടിയസ് ഔട്ട്ബ്രേക്ക് ഒരു അപ്പോക്കലിപ്സ് അല്ല, പക്ഷേ ഇതൊരു സിഗ്നലാണ്. പ്രകൃതിയുമായുള്ള ഇടപെടലുകളിൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ എന്തെല്ലാം ഇനിയും സംഭവിക്കാം എന്നതിന്റെ ഒരു മുന്നറിയിപ്പ്.